ഒരു അധാർമികമായിട്ടാണ് അവരെ ബോംബ് ചെയ്തത്. കാരണം അവരവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പോയ ആളുകളെ തന്നെ അവിടെ പോയി വധിക്കുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. ഇസ്രയേലിൽ ഇത് അമേരിക്കയോട് സംഭാഷണം ഇല്ലാതെ അല്ല അവരെ കൺസൾട്ട് ചെയ്യാതെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഉദ്ദേശം ഖത്തറിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഖത്തറിനെ നശിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. അത് വളരെ വ്യക്തമാണ്. ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിക്കുന്നത്. ഗൾഫിലും അതുപോലെ ഇസ്രായേലിലും ഇറാനുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഖത്തർ നടത്തുന്നത്. ഖത്തറിൽ അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. എന്തുകൊണ്ടാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളത്. ഖത്തർ എല്ലാവരുമായിട്ടും സ്നേഹം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഹമാസും മറ്റ് ഗ്രൂപ്പുകളുമൊക്കെ ഖത്തർ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഹമാസിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ എന്നത്തെയും ലക്ഷ്യം. ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ലോകത്തെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാനായി ഏതറ്റം വരെയും പോകുമെന്ന് ഇസ്രായേൽ പലതവണ തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ഖത്തർ ആക്രമണം ആരുടെയും പ്രവചനത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഗാസയിലെ സമാധാനത്തിനും ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിനുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തറിന്റെ തലസ്ഥാന നഗരിയിലുണ്ടായ ഈ ആക്രമണം ഖത്തറിനെ സംബന്ധിച്ച് എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്. ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകളെയെല്ലാം അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഗൾഫ് രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയുമെല്ലാം ആക്രമണത്തെ അപലപിക്കുകയും ഖത്തറിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു കഴിഞ്ഞു. ഇനി ഖത്തർ തിരിച്ചടിക്കുമോ? ടി പി ശ്രീനിവാസൻ സാർ, മുൻ നയതന്ത്ര വിദഗ്ധൻ, എന്നോടൊപ്പം ചേരുകയാണ്. സാർ, ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ സാർ എങ്ങനെയാണ് ആദ്യം തന്നെ വിലയിരുത്തുന്നത്? ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രായേൽ പല അരബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് ഗൾഫിലും അതുപോലെ ഇസ്രായേലിലും ഇറാനുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഖത്തർ നടത്തുന്നത്. ഖത്തറിൽ അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതൊരു ധനിക രാജ്യമാണ്, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. എന്തുകൊണ്ടാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളത്. ഖത്തർ എല്ലാവരുമായിട്ടും സ്നേഹം പുലർത്തുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇത് അവർക്ക് ഹമാസ് നേതാക്കന്മാർ എവിടെയാണ് എന്നറിയാമായിരുന്നത് കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ഉള്ളൊരു ശ്രമമായിരുന്നു നടന്നത്. കാരണം ഖത്തറിൽ സമാധാന ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് ഹമാസും മറ്റ് ഗ്രൂപ്പുകളുമൊക്കെ ഖത്തർ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഹമാസിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ എന്നത്തെയും ലക്ഷ്യം. കഴിഞ്ഞ ആക്രമണം നടന്നതിന് ശേഷം എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖത്തർ പ്രവർത്തിച്ചിരുന്നു, ഈജിപ്തും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവർ ഹമാസിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് അവർ ഖത്തറിനോടുള്ള പ്രത്യേക ആദരവൊന്നും ഇക്കാര്യത്തിൽ എടുത്തില്ല. ഹമാസിനെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഉദ്ദേശം. അതവർ സാധിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നേതാക്കന്മാരാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഹമാസ് അറിയിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ ആയിരുന്നു. കാരണം അവിടെ ആയിരിക്കണം ഇവരൊക്കെ ചർച്ചകൾക്ക് പോയിരുന്നത്. അതുകൊണ്ട് അവരെവിടെയായിരുന്നു അറിയാമെന്നുള്ള ഒരു അധാർമികമായിട്ടാണ് അവരെ ബോംബ് ചെയ്തത്. കാരണം അവരവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പോയ ആളുകളെ തന്നെ അവിടെ പോയി വധിക്കുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. അവരത് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് അങ്ങനെ സംഭവിച്ചു എന്നത് രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ആദ്യമായിട്ടൊരു ഗൾഫ് രാജ്യത്തെ ആക്രമിക്കുന്നു ഇസ്രായേൽ എന്നുള്ള ആ കാരണം കൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ്. പശ്ചിമേഷ്യയിൽ മറ്റൊരു സംഘർഷം കൂടി ഉടലെടുക്കുമോ? അതായത് പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാന്തി സൃഷ്ടിക്കുന്നുണ്ടോ ഈ ആക്രമണത്തോടെ? ഇല്ല, അതങ്ങനെ ഡയറക്റ്റഡായിട്ട്
പശ്ചിമേഷ്യയിലെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് ഇത് എടുക്കേണ്ടതില്ല. ഹമാസിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്, അല്ലാതെ ഒരു പുതിയ ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയാറായിട്ടില്ല. ഹമാസിനെ വധിക്കാൻ കഴിയുന്നത്ര കഴിഞ്ഞു. പക്ഷേ അവർക്ക് ഉദ്ദേശം സാധിക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും ശ്രമം ഉണ്ടായേക്കാം. പക്ഷേ അതിനോട് ലിങ്ക് ചെയ്ത ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇതിനെ ഒരു പുതിയ കാര്യമായി കണക്കാക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത നാറ്റോ ഇതര സഖ്യകക്ഷിയും ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതലുള്ള പ്രധാന മധ്യസ്ഥരുമായ ഖത്തറിനെ ആക്രമിച്ചതിലൂടെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നടപടിയല്ലേ നെതന്യാഹു നടത്തിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഖത്തർ ആക്രമണം ഗാസയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡയമെൻഷൻ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആയിട്ട് കാണാനാണ് സാധ്യത. പക്ഷേ ഇസ്രയേലിൽ ഇത് അമേരിക്കയോട് സംഭാഷണം ഇല്ലാതെ അല്ല അവരെ കൺസൾട്ട് ചെയ്യാതെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര പ്രാധാന്യം അതിനുള്ളത് കൊണ്ട് അമേരിക്കയ്ക്കും അറിയാമായിരുന്നു ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നാം സംശയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നില്ല ഖത്തറിനെ ആക്രമിക്കാൻ എന്നുള്ളത് ഒരു പാഠമാണ്. കാരണം ഇത്ര സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന രാജ്യമാണെങ്കിൽ പോലും യുദ്ധഭൂമിയാകാനുള്ള സാധ്യതകൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഖത്തറിനെതിരായിട്ടുള്ളൊരു സമരമായിരുന്നില്ല ഇത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കയെ അറിയിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക അനുവാദം കൊടുത്തതിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? അതും ഖത്തർ തങ്ങളുടെ വലിയ സൗഹൃദ രാഷ്ട്രമാണ് എന്ന് അമേരിക്ക തന്നെ ആവർത്തിക്കുമ്പോഴാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അതെ, പക്ഷെ അവരുടെ ഉദ്ദേശം ഖത്തറിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഖത്തറിനെ നശിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. അത് വളരെ വ്യക്തമാണ്. അതേസമയത്ത് ഹമാസിനെ നശിപ്പിക്കേണ്ട അവരുടെ ആവശ്യവുമാണ്. അതുകൊണ്ടൊരു സ്ട്രാറ്റജിക് സ്ട്രൈക്ക് എന്നല്ല വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. അല്ലാതെ ഒരു യുദ്ധത്തിൻ്റെ ആരംഭമോ ഒരു യുദ്ധത്തിൻ്റെ ഒരു പുതുമയോ ഒന്നും ഇതിനകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന്റെ വരുംവരായികളെ കുറിച്ചെല്ലാം ഇസ്രായേൽ ആലോചിച്ചു കാണുമല്ലോ. പിന്നെയും ഏത് സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെയൊരു ആക്രമണം നടന്നത്? അതൊരു ബാലൻസ് ഓഫ് റിസ്ക്സ് എപ്പോഴും ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സാധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ സമയവും അതിൻ്റെ രണ്ട് വശങ്ങളും അവർ പഠിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അപ്പോൾ ഖത്തറിന് അത് മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് അവരൊരു പക്ഷേ ഇത് ചെയ്യുന്നത് വിചാരിക്കുക. അതുകൊണ്ട് ഖത്തറിനൊരു പ്രത്യേക രീതിയിൽ എതിർക്കുക അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഖത്തറിൻ്റെ റോൾ മീഡിയേറ്ററി റോൾ വേണ്ടെന്ന് വയ്ക്കുമെന്നും ഇതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റായി കണക്കാക്കപ്പെടുകയേ ഉള്ളൂ ലാർജർ പശ്ചിമേഷ്യയുടെ കാര്യം വരുമ്പോൾ. ഏത് രീതിയിലായിരിക്കും ഖത്തർ ഇസ്രായേൽ ആക്രമണത്തോട് പ്രതികരിക്കാൻ പോകുന്നത്? ഒരു സമ്പൂർണ്ണ സൈനിക രാജ്യമല്ലാത്തതിനാൽ തന്നെ ഒരു പ്രത്യാക്രമണത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇല്ല, പ്രത്യാക്രമണത്തിന് സാധ്യതയില്ല. കാരണം അവർക്കറിയാം ഇത് അവർക്കെതിരായിട്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഖത്തറിന് ആവശ്യം വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പുറത്തു വാങ്ങിക്കാനുള്ള കഴിവുണ്ടല്ലോ. പക്ഷെ ഇതെനിക്ക് തോന്നുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ട് കണക്കാക്കി ഇസ്രായേലിനെതിരായിട്ട് ഖത്തർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹമാസ് നശിച്ചെങ്കിൽ അത് നല്ലതാണ് എന്നായിരിക്കും ഒരുപക്ഷെ പലരും വിചാരിക്കുന്നത്.